മോർണിംഗ്, വെൽക്കം ടു മോഡസ്റ്റി ഡ്രൈവ്. എന്നോട് സബ്സ്ക്രൈബ് ചെയ്ത് ചോദിച്ചു, ചേട്ടാ ഗ്യാസ് സസ്പെൻഷനും ഹൈഡ്രോളിക് സസ്പെൻഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഫോർ എക്സാമ്പിൾ, നമ്മൾ കരിസ്മയ്ക്കകത്തൊക്കെ ഇരിക്കുന്നത് നോർമൽ സസ്പെൻഷനാണ്, അതായത് പഴയ കരിസ്മയ്ക്കകത്ത് പെട്ടെന്ന് പറയാനായിട്ടാണ്. കരിസ്മയ്ക്കകത്തിരിക്കുന്ന ഹൈഡ്രോളിക് സസ്പെൻഷനാണ്, അതിനകത്ത് പ്രത്യേകിച്ച് ഗ്യാസിൻ്റെ ഒരു യൂണിറ്റ് ഇല്ല. എന്നാൽ നമ്മൾ പൾസർ 220 കരിസ്മ ഇസഡന്മാരിലൊക്കെ വരുമ്പോഴത്തേക്കും ഗ്യാസ് എന്നും പറഞ്ഞിട്ട് അല്ലെങ്കിൽ നൈട്രോക്സ് അങ്ങനെ പല പല പേരിലൊരു യൂണിറ്റ് കാണാം. എന്താണ് അതുകൊണ്ടുള്ള ഗുണങ്ങൾ? ലെറ്റ് മീ എക്സ്പ്ലെയിൻ. നിങ്ങൾ കരിസ്മ അല്ലെങ്കിൽ ഒരു സാധാ ഹൈഡ്രോളിക് സസ്പെൻഷൻ ഉള്ള വണ്ടികൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. നിങ്ങളൊരു 3-4 ദിവസമൊക്കെ അടുപ്പിച്ച് ഒരു ട്രിപ്പൊക്കെ പോയി അല്ലെങ്കിൽ എന്നും ഓടുന്നൊരു ബൈക്കാണെങ്കിൽ നിങ്ങൾ ആദ്യം ഓടുമ്പോൾ സുഖം ഒരു 3-4 ദിവസം കഴിയുമ്പോൾ കാണത്തില്ല. സസ്പെൻഷൻ ഭയങ്കര ഹാർഡായിട്ട് അല്ലെങ്കിൽ സ്റ്റിഫായിട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. കാരണം വെച്ചാൽ നമ്മൾ ഓരോ സസ്പെൻഷൻ ഓരോ കട്ടർ വീഴുമ്പോഴും അല്ലെങ്കിൽ ഓരോ ജെർക്കിൽ വീഴുമ്പോഴും നമ്മൾ സസ്പെൻഷനകത്ത് ഉള്ള ഹൈഡ്രോളിക് അല്ലെങ്കിൽ ഡാമ്പിംഗ് ഓയിൽ എന്ന് പറയും. ആ ഓയിലിനകത്ത് ചെറിയ ഫോമിങ് അല്ലെങ്കിൽ പത ആയിട്ട് ഫോം ചെയ്യും. ഓക്സിജനും കൂടെ ഉള്ളതുകൊണ്ട് പത ഫോം ചെയ്യും. ഈ പത ഫോം ചെയ്യുന്നതനുസരിച്ച് ഓയിലിന്റെ ആ ഒരു ഡാമ്പിംഗ് പ്രോപ്പർട്ടി കുറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് സസ്പെൻഷൻ പലപ്പോഴും 3-4 ദിവസം കഴിയുമ്പോഴത്തേക്കും ഈ പറഞ്ഞ കരിസ്മ അല്ലെങ്കിൽ നോർമൽ ഗ്യാസ് ചാർജിങ് ഇല്ലാത്ത ഷോക്കുകൾക്ക് ഡാമ്പിംഗ് എഫക്റ്റ് കുറഞ്ഞ് ഭയങ്കര സ്റ്റിഫായിട്ട് തോന്നുന്നത്. എന്നാൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും, നമ്മൾ നൈട്രോക്സ് സസ്പെൻഷൻ അല്ലെങ്കിൽ മിഗ് എന്നൊക്കെ പറഞ്ഞ കുറേ സംഭവങ്ങളുണ്ട്. ഇപ്പം അപ്പാച്ചിക്കകത്താണ് മിഗ് എന്ന് പറയും, പൾസറിന് നൈട്രോക്സ്, ഹീറോ ഹോണ്ടയ്ക്കും വേറെ എന്തോ ഒരു പേരാണ്, ഞാൻ മറന്നുപോയി. ഇങ്ങനെ സംഭവങ്ങളിലെ ഒരു ഗ്യാസിൻ്റെ യൂണിറ്റ് സൈഡിലായിട്ടുള്ള ഒരു സസ്പെൻഷൻ സെറ്റപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് ഫുൾ ടൈം അല്ലെങ്കിൽ ഒരു 3, 4, 5, 6 ദിവസം ഇപ്പോൾ റെഗുലറായിട്ട് ബൈക്ക് ഓടിക്കുന്ന ഒരു ടീമാണെങ്കിൽ പോലും ആ ബൈക്കിന് എപ്പോഴും ഒരു സുഖം അല്ലെങ്കിൽ കംഫർട്ട് ലെവൽ എപ്പോഴും ഒപ്റ്റിമം ആയിരിക്കും അല്ലെങ്കിൽ പക്കയായിട്ട് നിൽക്കും. കാരണം ആ ഹൈഡ്രോളിക് സസ്പെൻഷൻ തന്നെ രണ്ടും സെയിം മെക്കാനിക്സ് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ കൂടെ ഗ്യാസും കൂടെ ഉള്ളതുകൊണ്ട് ഹൈഡ്രോളിക് സസ്പെൻഷനകത്ത് ഉണ്ടാകുന്ന ആ ഫോമിങ്, ഡാമ്പിങ്ങിനിടയ്ക്ക് ഉണ്ടാകുന്ന അല്ലെങ്കിൽ കട്ടിലൊക്കെ വീഴുമ്പോൾ അല്ലെങ്കിൽ ജെർക്കിലുണ്ടാകുന്ന ഒരു ഫോം ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞത് പത രൂപപ്പെടുന്ന ഹൈഡ്രോളിക് ഓയിൽസ്, ആ ഓയിൽസിനെ പത ഫോം ചെയ്യുന്നത് കുറയ്ക്കാൻ പറ്റും ഈ നൈട്രോക്സ് അല്ലെങ്കിൽ ഗ്യാസ് ചാർജഡ് ആയിട്ടുള്ള സസ്പെൻഷൻ ആണെങ്കിൽ. സോ അതുകൊണ്ട് എന്തുകൊണ്ടും നിങ്ങൾ റെഗുലർ ആയിട്ടൊരു ബൈക്ക് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ, എന്നും യാത്രകളൊക്കെ പോകുന്ന ഒരാളാണെങ്കിൽ എപ്പോഴും നൈട്രോക് ഷോക്ക് അല്ലെങ്കിൽ ഗ്യാസ് ചാർജ് ഷോക്കാണ് എപ്പോഴും ബെറ്റർ ദാൻ ഹൈഡ്രോളിക് ഷോക്ക്. ബിക്കോസ് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ ഓയിൽ ഫോമിങ് എന്ന് പറയുന്ന പ്രശ്നം ഇല്ലാതിരിക്കും. അതുകൊണ്ട് എത്ര ദിവസം ഓടിയാലും നിങ്ങൾക്ക് ആ ഒരു സുഖം അല്ലെ ബൈക്കിന്റെ ആ ഷോക്ക് അബ്സോർബറിന്റെ ആ കംഫർട്ട് നിരന്തരം കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷേ ഇതിനകത്ത് ഏതാണ് കൂടുതൽ റിലയബിൾ എന്ന് ചോദിച്ചാൽ എനിക്ക് ഒത്തിരി ഉത്തരവ് പറയാനുള്ള ഹൈഡ്രോളിക് ഷോക്സ് ആണ്. അതിനുള്ള പ്രത്യേകതയാണ് നമ്മുടെ കരിസ്മ വേർഷൻ 1 ഒരു സസ്പെൻഷൻ മേടിക്കുകയാണെങ്കിൽ ഞാൻ ഇതേവരെ അത് മാറിയിട്ടില്ല. കാരണം മാറേണ്ട കാര്യം ലൈഫ് ലോങ് കിടക്കുമായിരുന്നു. എന്നാൽ നമ്മൾ നൈട്രോക്സ് എന്ന് പറയുന്ന സസ്പെൻഷൻ അല്ലെങ്കിൽ ഹീറോ ഹോണ്ടയുടെ തന്നെ സെയിം മോഡല് ഗ്യാസ് ചാർജ് സസ്പെൻഷൻ ഒക്കെ ആണെങ്കിൽ ഒരു 10, 30, 40,000 കിലോമീറ്റർ ഒക്കെ ആകുമ്പോഴത്തേക്ക് ലീക്ക് ആവാൻ തുടങ്ങും, കംപ്ലയിൻസ് കാണിച്ചു തുടങ്ങുന്നത്. അതെന്തോ ഒരു ക്വാളിറ്റി വ്യത്യാസം ഉള്ള